കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിന് ചില രോഗങ്ങൾ വന്ന സാഹചര്യത്തിൽ അതിനെ ട്രോളിയ ആളുകളുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചില ആളുകൾ ന്യായീകരിക്കുന്നത് അതൊരു പ്രബോധനമാണ്, അത് പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ പോലെ ഒരാൾ രോഗത്തിന് അർഹിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയുണ്ടായി. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രബോധനം? ഇതാണോ പ്രബോധനം? നമ്മൾ പ്രബോധനം നടത്തപ്പെടുന്ന വ്യക്തികളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്നേഹത്തോടെയുള്ള ഉപദേശമാണ് യഥാർത്ഥത്തിലുള്ള പ്രബോധനം. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല മാർഗത്തിൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ആളുകളോട് നല്ല മാർഗത്തിൽ നല്ല ഭാഷയിൽ ആവണം പ്രബോധനം നടത്തേണ്ടത്. അതല്ലാതെ ദുരിതം ആഘോഷിച്ചുകൊണ്ടല്ല പ്രബോധനം നടത്തേണ്ടത്. നമുക്കറിയാം, മുജാഹിദ് ബാലുശ്ശേരി ചില അസുഖങ്ങൾ കാരണം തൻ്റെ സുഹൃത്തുക്കളോട് ദുആ വസിയത്ത് ചെയ്യുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചില ആളുകൾ പരിഹസിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. നമ്മളൊരു പക്ഷേ അത്തരം അവസ്ഥയിലേക്ക് എത്താം. ഒരു കാരണവശാലും അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ എത്താൻ പാടില്ല. അദ്ദേഹം ചെയ്തത് തെറ്റാണ്, അദ്ദേഹത്തിന് അതിന് ന്യായീകരിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം അതൊരു പ്രബോധനമാണെന്നും ആരും ന്യായീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം അതിനെ ആഘോഷിക്കുക തന്നെയായിരുന്നു ചെയ്തത്, അതിൽ നമുക്ക് വ്യക്തമാകുന്നത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും അതേപോലെ തിരിച്ചടിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനോട് യോജിച്ചതല്ല. ആ അവസ്ഥ ആർക്കും വരാം. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അവർ പ്രയാസപ്പെട്ട് നിൽക്കുന്ന, ദുരിതത്തിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് ദുആ വസിയത്ത് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിലെ ട്രോളി ഇത് അന്നത്തതിന് മറുപടിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന രൂപത്തിൽ പറയുക എന്നുള്ളത് ഒരു മുഅ്മിനോട് യോജിച്ച പരിപാടിയല്ല. ദുരിതങ്ങൾ ഒരിക്കലും ആഘോഷിക്കപ്പെടരുത്. അതൊരു മുജാഹിദ് ജമാഅത്ത് ആളുകൾ ആകുമ്പോൾ മാത്രമല്ല, ഇനി സുന്നികളാണെങ്കിൽ പോലും ഒരു കാരണവശാലും ഒന്നൊരിക്കൽ മരിച്ച സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ രോഗം വരുന്ന സാഹചര്യത്തിൽ അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവഹേളിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുയായികളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ ശാപമേൽക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നമ്മിൽ നിന്നുണ്ടാവരുത്. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.